ശമയേറെ നാൾ പാർട്ടിയെ പിടിച്ചു കുലുക്കിയ വ്യക്തി ഒരു ഇടവേളയ്ക്ക് ശേഷം പിടിച്ചു കുലുക്കാനായി വീണ്ടും തിരിച്ചു വരികയാണ്. സംഭവം വേറെ ആരൊന്നുമല്ല, നമ്മുടെ പി കെ ശശിയെക്കുറിച്ച് ഒരു ആരോപണം കുറേ നാളായിട്ട് വന്നിട്ടുണ്ട്. ഫണ്ട് തിരിമറി നടത്തി എന്ന് പറഞ്ഞ്. ആ ഫണ്ട് തിരിമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൻ്റെ ഫണ്ട് തിരിമറിയാണെന്നാണ് മാധ്യമങ്ങളെല്ലാം പറയുന്നത്. ഈ ഫണ്ട് തിരിമറിയിൽ പി കെ ശശി ആരോപണ വിധേയനായിരുന്നു. അതിനു മുമ്പ് പി കെ ശശി ഒരു വിഷയത്തിൽ ആരോപണ വിധേയനായിരുന്നല്ലോ. അത് കേരളത്തിൽ തന്നെ പ്രകമ്പനം സൃഷ്ടിച്ച, കേരളത്തിലെ എന്നല്ല ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പോലും ഇല്ലാത്ത പീഡനത്തിൻ്റെ തീവ്രത അളക്കാനുള്ള മെഷീനൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു കേസിലായിരുന്നു പി കെ ശശി ആരോപണ വിധേയൻ. എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ പീഡനത്തിൻ്റെ തീവ്രത അളന്നിട്ട് അയാളെ കുറ്റക്കാരനല്ല എന്ന് വിധിക്കുന്നത്. കാരണം അയാൾ, നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ പഠിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയെ 14 സെക്കൻഡ് നോക്കിയാൽ പോലും സ്റ്റെയറിംഗ് എന്ന് പറഞ്ഞ് കേസെടുക്കാമെന്നാണ്. കാരണം ആ സ്ത്രീ അങ്ങനെ നോക്കാൻ പാടില്ല. അപ്പോൾ ലൈംഗിക ചൊവ്വയോടുള്ള സംസാരം, നോട്ടം, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് നമുക്കറിയണം. ആ തീവ്രത അളർന്ന് നമ്മൾ പാർട്ടി കോടതിയിൽ പാർട്ടി പോലീസിനെ വെച്ച് നിയമം നടപ്പാക്കും. നിയമം നടപ്പാക്കിയപ്പോൾ ഈ ഇര എന്ന് പറയുന്ന അതിജീവിതയ്ക്ക് സത്യം പറഞ്ഞാൽ അനീതിയായിരുന്നു. കാരണം ഇയാളെ വീണ്ടും പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ട് പരസ്യ ശാസന കൊടുത്തു കേട്ടോ. വലിയ കുറ്റമാണ് പരസ്യ ശാസന എന്ന് പറഞ്ഞൊരു ഇവരുടെ ഏറ്റവും വലിയ ഇതാണ്. ചിലപ്പോൾ തരം താഴ്ത്തികളയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും പ്രൊമോഷനോടുകൂടി തിരിച്ചെടുത്ത് പല സ്ഥാനങ്ങളും KTDC ചെയർമാനൊക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഇയാളെ പിടിച്ച് പുറത്താക്കി. നമ്മുടെ ഗോവിന്ദണ്ണൻ ചേർന്നിട്ടാണ് പുറത്താക്കിയത്. MV ഗോവിന്ദൻ. പുള്ളിക്ക് വയ്യാന്ന് തോന്നുന്നു എനിക്ക്. കാരണം പുള്ളിക്ക് വയ്യ. പുള്ളിക്ക് ഇവരൊക്കെ കാണിക്കുന്ന ഈ തരവഴിത്തരം കണ്ട് പുള്ളിക്ക് നിവൃത്തിയില്ല. ഇപ്പോൾ നമ്മുടെ കരിവന്നൂർ കേസിൽ CPM ആണല്ലോ പ്രതിയാക്കിയിരിക്കുന്നത്. പുള്ളി കോൺഫിഡൻസോടുകൂടി പറയുന്നുണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി അത്തരത്തിലൊരു സഹകരണ ബാങ്ക് തട്ടിപ്പൊന്നും നടത്തില്ല എന്ന്. പക്ഷേ CPM പ്രതിയായുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി പിടിച്ചോണ്ട് പോകില്ലേ. പുള്ളി ചിലപ്പോൾ ചെയ്ത് കാണൂല, പക്ഷേ സെക്രട്ടറി പിടിച്ചോണ്ട് പോകില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പുള്ളിക്ക് വയ്യ. പുള്ളി അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്തു. ഇവനെ എല്ലാ സ്ഥാനത്തുനിന്നും പിടിച്ചങ്ങ് പുറത്താക്കിയിരുന്നു. അങ്ങനെ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും ശശിയെ നീക്കിയിരിക്കുകയാണ്. ഇനി ഒരു MLA സ്ഥാനം കൂടെ ശശിക്ക് ബാക്കിയുള്ളൂ. എന്താണ് ശശിയുടെ കഥ? ഇയാൾ ആദ്യം ലൈം ലൈറ്റിലോട്ട് വന്നത് ഈ പീഡനം, ഇയാൾ നേരത്തെ അറിയാം, പക്ഷേ കൂടുതൽ ലൈം ലൈറ്റിലോട്ട് വന്നത് ഈ പീഡനം കൊണ്ടാണ്. പിന്നെ അതിനുശേഷം VT ബൽറാമിന് നേരെ ഇയാളൊരു വധഭീഷണിയൊക്കെ മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയും പിന്നീട് ഇയാൾ ഫേമസ് ആയി. ഇപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഇയാൾ പാർട്ടിക്ക് നിരന്തരം തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ലോകകള്ളൻ. ഇയാളൊരു ഡ്രൈവറുണ്ട് ജയൻ. അവന്റെ പേരിലാണ് ഈ അടിച്ചുമാറ്റി കൊണ്ടുവന്ന സ്വത്തെല്ലാം ബിനാമി പേര് ഉണ്ടാക്കിയിട്ട് കൊടുത്തിരിക്കുക. പേരും കള്ളൻ, അങ്ങനെ പറയാൻ പറ്റൂ. അത് ശരി. ഉഡായിപ്പ് വീരൻ. മണ്ണാർക്കാട് പിന്നെ പാർട്ടി ഓഫീസിലാണ് ഈ ധനുഷ് പറഞ്ഞ പീഡന കേസ് വന്നതും ആ പാർട്ടി ഓഫീസിനോട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പുറത്താവുന്ന അവസ്ഥയും വന്നത്. അന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് കറങ്ങിത്തിരിഞ്ഞ് കർമ്മ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അന്ന് ആ ഓഫീസിൽ വെച്ചാണ് DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള യുവതിയെ കടന്നു പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ അന്വേഷണം കമ്മീഷൻ, അത് PK ശ്രീമതിയും AK ബാലനും ചേർന്നുള്ള ഒരു രണ്ടംഗ അന്വേഷണ സംഘം, ഈ സംഘം അന്വേഷണം നടത്തി. ഈ അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഇവർ ചെയ്തൊരു സാധനം, ഈ ഒന്ന് പീഡനം മുകളിലത്തെ നിലയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. പീഡനം നടക്കുന്ന സമയത്ത് കതക് അടച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പീഡനം നടന്നിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. 2, തൊട്ടടുത്ത മുറികളിൽ ഏരിയ സെക്രട്ടറി പിന്നെ മറ്റ് പാർട്ടി നേതാക്കളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് പീഡനം ഇപ്പുറത്തെ മുറിയിൽ നടക്കില്ല. കുടുംബമടക്കം കള്ളന്മാരാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, പാർട്ടി ഓഫീസിൽ ആ സമയത്ത് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് പീഡനം നടക്കില്ല. അല്ല, ഇതൊക്കെ പറയാൻ ഇവരാരാണ്? അന്വേഷണം CID-കൾ, 2 CID-കൾ ദാസനും വിജയനോട് കണ്ടുപിടുത്തമാണിത്. ഇതൊക്കെ കൊണ്ട് അവിടെ പീഡനം നടക്കില്ല. പിന്നെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ദിവസവും മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയെ കാണുന്ന യുവതിയാണ്. യുവതി ഏരിയ സെക്രട്ടറിയോട് പറഞ്ഞില്ല, അതുകൊണ്ട് പീഡനം നടന്നിട്ടില്ല. യുവതി എന്ത് പറഞ്ഞില്ല? പീഡിപ്പിച്ചത് പറഞ്ഞില്ല. അത് ശരി. ഏരിയ സെക്രട്ടറിയോട് പറഞ്ഞില്ല. 2, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി ആക്സസ് ഉണ്ട് യുവതിക്ക്. ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോട് ഒരിക്കൽ പോലും യുവതി പറഞ്ഞില്ല. ചേടാ, സീതാറാം യെച്ചൂരിക്ക് അയച്ചിട്ടുണ്ട് അവര് പരാതി, മെയിൽ അയച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരിക്ക് വരെ മെയിൽ അയച്ച സംഭവമാണത്. അവിടെ പോയി അവിടുന്ന് പിന്നെ അവസാനം അവിടെ മെയിൽ കിട്ടിയപ്പോഴാണ് ഇവിടെ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. ഇവിടെ അവർ ആദ്യം അവർ ഏരിയ സെക്രട്ടറിയോട് വാക്കാൽ പറഞ്ഞു, പിന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞു, ഇവിടുത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. ഇതിലൊന്നും നടപ്പാവാതിരുന്നപ്പോഴാണ് അവർ PBക്ക് അയച്ചത്. PBക്ക് അയച്ചപ്പോൾ മെയിൽ ചെന്നപ്പോൾ PB ഇവിടെ അന്വേഷണം സംഘത്തെ വെച്ചു. ആ അന്വേഷണത്തിന്റെ 2 അംഗങ്ങളാണ് ദാസനും വിജയനും.
ദാസനും വിജയനും കണ്ടുപിടിച്ച തീവ്രത കുറഞ്ഞ അത് അത്രത്തോളം തീവ്രതയുള്ള ഒരു സംഭവമല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, വാക്കാലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇവർ പറഞ്ഞിരിക്കുന്നു, അവർ പറയുന്നു പിന്നെ പീഡനം തീവ്രതയില്ല. ആ തീവ്രത ഇല്ല എന്ന് പറഞ്ഞ കാരണം പിന്നെ പെൺകുട്ടിയോട് കയറി പിടിച്ചില്ല, പക്ഷേ പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചിട്ടുണ്ട്. അത് ഈ ദാസനും വിജയനും അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഓടിയെടുത്ത് പുറത്തുവിടും. അതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, മനസ്സിലായോ? കയറി പിടിച്ചതിന് തെളിവൊന്നുമില്ല. കയറി പിടിച്ചതിന് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളന്നേ, രണ്ടുപേരും മാത്രമുള്ള ഒരു റൂമിൽ സംഭവിച്ചൊരു കാര്യത്തിൽ ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ ഈ പറയുന്ന കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യനും മനസ്സിലാവുന്ന ഒന്നേ ഉള്ളൂ, ഈ പറയുന്ന പരിപാടി ഇയാൾ നടത്തുമെന്ന്. അപ്പോൾ പിന്നെ എന്നിട്ട് 5000 രൂപ ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തു, ഇത് ഒത്തുതീർപ്പാക്കാൻ. പൈസ കൊടുത്ത് ഒതുക്കാൻ നോക്കി. 5000 രൂപ അയച്ചു കൊടുത്തു. 5000 രൂപ അയച്ചു കൊടുത്തത് ഈ കുട്ടി പറഞ്ഞു എന്നെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി 5000 രൂപ എനിക്ക് അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്, അതിന് തെളിവുണ്ട്, അയച്ചു കൊടുത്തതിൽ തെളിവുണ്ട്. അപ്പോൾ എന്തോ അത് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദാസന്റെയും വിജയന്റെയും അതിലെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ പിന്നെ വോളണ്ടിയേഴ്സിന്റെ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഷൊർണൂർ MLA ആണ് ഇദ്ദേഹം പൈസ എടുത്ത് ഇവർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ഇവരുടെ കണ്ടെത്തൽ. ആ കുട്ടി 6 മാസം അതിന്റെ പേരിൽ ഈ ഫോണിൽ സംസാരിച്ചതിന്റെ പേരിൽ 6 മാസത്തേക്ക് ഈ മഹാനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. 6 മാസത്തിന് ശേഷം പൂർവാധികം ഭംഗിയായി പിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, KTDC ചെയർമാനാണ്. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം രാജിവെച്ചിട്ടില്ല. പോണ മണിക്കൂറിൽ അദ്ദേഹം രാജിവെക്കും. രാജിവെച്ചില്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും നീക്കും. കാരണം ഈ KTDCയിൽ അദ്ദേഹത്തെ ചെയർമാനാക്കി ഇരുത്തിയത് പാർട്ടിയാണ്. നിലവിൽ അദ്ദേഹം പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായിരിക്കുന്ന ഒരാൾ ഇത്രയും വലിയ ചുമതലയിൽ ഇരിക്കാൻ പാർട്ടി സമ്മതിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ കണ്ടെത്തൽ അത് പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള അല്ല, KTDC ചെയർമാൻ. ഞാൻ നേരത്തെ MLA എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം പുത്തലത്ത് ദിനേശൻ നേതൃത്വത്തിലുള്ള അന്വേഷണ ഒരു കമ്മീഷനാണ് ഇതിൽ വെച്ചത്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങ് ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ ഓടി നടന്ന് മൊഴിയെടുത്തു. പാർട്ടിക്കാരുടെ മൊഴിയെടുത്തപ്പോൾ ഈ കള്ളത്തരമും തൂവും പുറത്തു വന്നു. ഒന്ന്, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന്റെ 10 ലക്ഷം അടിച്ചു മാറ്റി. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് 10 ലക്ഷം അടിച്ചു മാറ്റി. ആ 10 ലക്ഷം അടിച്ചു മാറ്റിയത് പോരാഞ്ഞിട്ട് നേരത്തെ നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം അടിച്ചു മാറ്റി. പിന്നെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം ചെയർമാനായിക്കൊണ്ട് ഒരു യൂണിവേഴ്സൽ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ യൂണിവേഴ്സൽ കോളേജിലേക്ക് പാർട്ടിയുടെ സഹകരണ സംഘത്തിൽ നിന്നും അവിടെ ഈ യൂണിവേഴ്സൽ കോളേജിന്റെ ഷെയർ എടുപ്പിച്ചു. ഇതൊക്കെ പാർട്ടി വിരുദ്ധ നടപടിയാണ്. അതിൽ ഇദ്ദേഹത്തിന്റെ ബന്ധുവിനെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഓപ്പറേഷൻസ് നടത്തി. 31 നിയമനങ്ങൾ പാർട്ടിയുടെ സൊസൈറ്റികളിൽ നടത്തി. ആ 31 നിയമനങ്ങളിൽ 31ലും പൈസ വാങ്ങി. ബിനാമിയായിട്ട് ഇദ്ദേഹത്തിന്റെ ബിനാമിയായിട്ടുള്ള ജയന് കോടിക്കണക്കിന് സ്വത്ത്. ജയന്റെ പേര് ഇങ്ങനെ വാങ്ങിക്കൂട്ടി ഇട്ടിരിക്കുകയാണ്. മാടമ്പി. പാർട്ടിക്കാർ ഇയാളെ വിളിക്കുന്നത് മാടമ്പി ഇതാണ്. മാടമ്പി. പിന്നെ മാടമ്പി ശശി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്വേഷണ കമ്മീഷൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിത ശൈലി അല്ല ശശി അണ്ണൻ വേറെ ലെവല് കമ്മ്യൂണിസ്റ്റ്. അതെ, കമ്മ്യൂണിസ്റ്റുകാർ തെക്കോട്ട് പോയാൽ ശശി അണ്ണൻ വടക്കോട്ട് പോകും, അവർ കിഴക്കോട്ട് പോയാൽ ഇദ്ദേഹം പടിഞ്ഞാറോട്ട് പോകും. ആ രീതിയിൽ വ്യത്യസ്തനായി ജീവിക്കുന്ന ആറാടി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളും ഈ പെരുങ്കള്ളൻ. ഇപ്പോൾ കൈയോടെ പിടിച്ചു. ഇനി ഭീഷണികൾ, പലരെയും ഭീഷണിപ്പെടുത്തുക. അത് ഈ പെൺകുട്ടി പറഞ്ഞു, ഈ പെൺകുട്ടിയെ പലതവണ ഭീഷണിപ്പെടുത്തി. ആ പെൺകുട്ടി എന്തുകൊണ്ട് പീഡനം നടന്നപ്പോൾ പിന്നെ ഈ പരാതി പറഞ്ഞില്ല? അതെങ്ങനെയാ ഒരു കുറ്റത്തിന് കുറ്റമല്ലാതാകുന്ന? ആ സമയത്ത് പറയാതിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ട്രോമ ഉണ്ടായി കാണും. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ വലിയ പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ പരാതി പറഞ്ഞാൽ തനിക്കുണ്ടാവാൻ പോകുന്ന നാളെ ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും പറയാറുന്നത്. അന്ന് അപ്പോൾ പറഞ്ഞില്ലത് കൊണ്ട് പീഡനം നടന്നിട്ടില്ല. ദാസന്റെ വിജയനെ കണ്ടുപിടുത്തമാണ് ഇതിലെ ഈ അന്വേഷണ കമ്മീഷൻ. ഇതാണ് വലിയ വിവാദമാക്കിയതാണിത്. ആ പരാമർശം തീവ്രത ഇല്ല, അത്ര തീവ്രത ഉള്ള ഒരു സംഭവമല്ല അതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രോളന്മാർ അതിനെ തീവ്രത കുറഞ്ഞ പീഡനം എന്ന് ആക്കിയെടുത്തു. അവർ തീവ്രത കുറഞ്ഞു എന്നുള്ള ഉദ്ദേശം ചെയ്ത് എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചിട്ടില്ല, പക്ഷേ പീഡനത്തിന് തുല്യമായ വാക്കുകൾ ഇദ്ദേഹം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടി ഇപ്പോൾ എടുത്ത് വെളിയിൽ കളഞ്ഞു. അന്ന് ശശി ശക്തനായിരുന്നു. ശശി പാലക്കാട് പ്രബലനായിരുന്നു. ശശി വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ പൊക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ശശിക്ക് വേണ്ടി അവിടെ സംസാരിച്ചിരിക്കുന്നത് NN കൃഷ്ണദാസ്.
അദ്ദേഹം മാത്രമാണ് ശശിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ കൃഷ്ണദാസ് നല്ല കൂട്ടാ അതെ കൃഷ്ണദാസ് മാത്രമാണ് ഇദ്ദേഹത്തിനെ അനുകൂലിച്ച് സംസാരിച്ചത്. ബാക്കി പൂർണ്ണമായും പാർട്ടി അദ്ദേഹത്തെ തള്ളി. നേരത്തെ എം പി രാജേഷൊക്കെ അവർക്ക് ശക്തിയില്ലായിരുന്ന കാലത്ത് ശശി ശക്തനായിരുന്നു. ശശി എന്താ പറയുക, ഈ പറയുന്ന മാജിക് വെടി ശശിയുടെ ഇല്ലായിരുന്നു. ശശി ആർക്ക് നേരെ മാജിക് വെടി വീശിയാലും കാര്യം നടക്കും. ഇപ്പോൾ അവർ ശക്തരാണ്. ശശിക്ക് അത്ര ശക്തി പോരാ, തീവ്രത കുറഞ്ഞു ശശിയുടെ. അപ്പോൾ ശശി എന്ത് ചെയ്തു, പാർട്ടി എടുത്തിട്ട് കൈകാര്യം ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയെ പറ്റിച്ചു. അത് പാർട്ടി ഇവർ ആഭ്യന്തരമായിട്ടാണല്ലോ എടുക്കുന്നത്. ഇവരുടെ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയെല്ലാം പാർട്ടിക്ക് സ്വന്തമായി കോടതിയും പോലീസും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ടൊരു നേതാവ്. പാർട്ടിക്ക് സ്വന്തമായി അതെ മരിച്ചു പോയതുകൊണ്ടാണ് ഞാൻ പേര് പറയാനത്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്ക് സ്വന്തമായി പോലീസും കോടതിയും ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത് FIR വീഴേണ്ടതല്ലേ? അങ്ങനെ ഒരു പ്രവൃത്തി നടന്നിട്ട് പോലീസിൽ പാർട്ടി ഇത് മാത്രമല്ലല്ലോ, പാർട്ടിയിൽ എന്തോരം കാര്യങ്ങൾ നടക്കുന്നു. ഒന്നും FIR ഇടാതെ അവർ ഭംഗിയായിട്ട് ഒതുക്കുകയാണല്ലോ. ഇവര് ഞാൻ പറയട്ടെ, കണ്ണൂരൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരൊരു സെറ്റപ്പ് ഉണ്ട്. പാർട്ടി ഇടപെട്ടാൽ പിന്നെ വേറെ ആരും വേണ്ട. വലിയ കാര്യത്തിൽ അവർ പറയുന്നത് കണ്ടുണ്ടോ, ഇടപെട്ടിരിക്കുന്നത് പാർട്ടിയാണെന്ന് പറയും. പാർട്ടി ഇടപെട്ട എന്താ, പോലീസ് പോലും തിരിഞ്ഞു നോക്കില്ല. അത് അവർ ഒത്തുതീർപ്പാക്കുന്ന ഒരു സെറ്റപ്പാണ് അവിടെയൊക്കെ ഉള്ളത്. ഈ അനുപമയുടെ കേസിലൊക്കെ നമുക്കറിയാമല്ലോ, DYFI പ്രവർത്തകനുമായിട്ട് ഇതായിട്ട് അനുപമയുടെ കുഞ്ഞിനെ എടുത്ത് അനുപമയുടെ അച്ഛൻ അനാഥാലയത്തിലേക്ക് കൊടുത്തല്ലോ. അപ്പൊ അവിടെയും ഇടപെട്ടത് പാർട്ടിയാണല്ലോ. പിന്നെ ഈ DYFI മറ്റേ മണ്ണ് വാരി തിന്നുന്ന ഒരു കുഞ്ഞിന്റെ കേസ് വന്നില്ലേ, അതിലും പോലീസ് ഒരു നടപടി എടുത്തില്ലല്ലോ. എല്ലാം പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയില്ലേ. പിന്നെ മുകേഷ് ഒരു കുട്ടിയെ വിളിച്ചിട്ട് നിന്നെ ചന്തിയിൽ ചൂരൽ പഴിപ്പിച്ച് അടിക്കണമെന്ന് പറഞ്ഞ് വളരെ പച്ചയായിട്ടുള്ള രീതിയിൽ ആ കുട്ടിയെ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കുട്ടി ഒരു മൊബൈൽ വാങ്ങിച്ചു തരാനാണ് വിളിച്ചത്. മുകേഷ് വിചാരിച്ചു കളിയാക്കാൻ വിളിക്കുകയാണെന്ന്. മുകേഷ് തന്റെ സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവം പുറത്തെടുത്തു. പിറ്റേ ദിവസമാണ് മനസ്സിലാകുന്നത് ഈ കുട്ടി ഒരു മൊബൈൽ വാങ്ങിച്ചു തരാനായിട്ട് പഠിക്കാനായിട്ട്, കോവിഡ് സമയമായിരുന്നു, പഠിക്കാനായിട്ട് ഒരു മൊബൈൽ വാങ്ങിച്ച് വിളിക്കുകയാണെന്ന്. പാർട്ടി ഇടപെട്ടു. പാർട്ടി ഓടി കുട്ടിയെ പോയി, കുട്ടിയുടെ അച്ഛനും പാർട്ടിക്കാരൻ, അമ്മയും പാർട്ടിക്കാരി, കുട്ടിയെ കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള ആളാക്കി കുളിച്ച് കുട്ടപ്പനാക്കി. മുകേഷ് വീട്ടിൽ വന്നു, പിന്നാമ്പുറത്ത് കൂടെ അടുക്കളയിലൂടെ കയറി കുട്ടിയെ തലോടി പുറത്തിറങ്ങി ബൈറ്റ് കൊടുത്തു. അപ്പോൾ ബൈറ്റ് കൊടുത്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ കുട്ടി സംസാരിക്കുന്നത് പക്ക കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിലാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഭാഷയുണ്ടല്ലോ, നമ്മുടെ ഈ മേയർ ആര്യ രാജേന്ദ്രൻ, നമ്മുടെ ഈ ചിന്താ ജെറോ, ആർഷോ, ഇവരൊക്കെ അതുപോലെയാണ് കുട്ടി സംസാരിക്കുന്നത്. വീര്യത്തിനായി പഠിക്കാനായിട്ട് ഒരു മൊബൈൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ കുട്ടി സംസാരിക്കുന്നത്. അതും ഒതുക്കി തീർത്തു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാനോ ഷാമോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ജയിലിനകത്ത് കിടക്കേണ്ട കേസാണ്. പക്ഷെ ഇവര് ചെയ്യുന്നതിനൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. അത് ഇഷ്ടം പോലെ കേസുകളുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ പാർട്ടിയുടെ ഒരു സംരക്ഷണത്തിൽ നിന്നും ശശി പുറത്തു വന്ന സ്ഥിതിക്ക് ശശിയുടെ വേറൊരു സംഭവം അറിയാമോ? ഈ ശശി തന്നെയാണ് പറഞ്ഞത്, പാർട്ടിയെ വഞ്ചിച്ചാൽ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് പഴയ, അത് ഈ പാർട്ടിക്കാർ തപ്പിയെടുക്കണം. ഇദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, പാർട്ടിയെ വഞ്ചിച്ചാൽ പാർട്ടി വെറുതെ ഇരിക്കില്ല. പാർട്ടിക്ക് അതിനകത്തൊരു നിലപാടുണ്ട്, ഇത് പാർട്ടിയെ വഞ്ചിച്ചിരിക്കുക, ശശിയാണ് വഞ്ചിച്ചിരിക്കുന്നത്. അതുകൊണ്ടെന്നേ കൊറോണ സമയത്ത് കുറച്ച് ലീഗ് പ്രവർത്തകർ പിന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി CPM-ൽ അംഗത്വം എടുത്തു. ആ അംഗത്വം എടുക്കുന്ന സമയത്ത് PK ശശി ആ പ്രവർത്തകർക്ക് നൽകിയ വാണിംഗാണ്, നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാത്തിനും സംരക്ഷണം പാർട്ടി നൽകും, പക്ഷേ പാർട്ടിയെ വഞ്ചിച്ചാൽ നമ്മൾ വെറുതെ വിടില്ല. ഇപ്പൊ ശശിയെ വെറുതെ വിടാൻ പറ്റത്തില്ല. ശശി പറഞ്ഞ വാക്ക് വെച്ച് ശശിയെ എങ്ങനെ വെറുതെ വിടും? പാർട്ടിയെ വഞ്ചിച്ചു ശശി. പാർട്ടിയുടെ ഫണ്ട് അടിച്ചു മാറ്റി, ജില്ലാ സമ്മേളനത്തിന്റെ ഫണ്ട് തട്ടിക്കൊണ്ടുപോയി. പക്ഷെ അതൊന്നും പാർട്ടിയുടെ ഒരു വിഷയമല്ല. പാർട്ടിയുടെ ഫണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും അടിച്ചു മാറ്റുന്നുണ്ടല്ലോ. DYFI ഒക്കെ എന്തോരം ഫണ്ട് പിരിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ഏത് പോകുന്നു എന്ന് ആർക്കെങ്കിലും അറിയാം? ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആലോചിച്ചു, ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വന്നതായിട്ട് കണ്ടില്ല. ഈ വയനാട് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റുമായി പിരിവ് നടക്കുന്നു. അത് ശരി, ബക്കറ്റുമായിട്ട് പിരിവ് നടക്കുന്നു. ഞാൻ ബസ്സിലിരുന്നപ്പോഴാണ് കണ്ടത്. CPM പ്രവർത്തകരാണ്. ഈ ബക്കറ്റ് പേര് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അതിന് എന്താണ് അതിൻ്റെ ഒരു ഇത്, പിന്നെ അത് ഈ വീഴുന്ന പൈസ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റുമോ? രസീത് അടിക്കണം, രസീത് അടിച്ച് നിങ്ങൾ പിരിച്ചിട്ട് കൃത്യം ഒരു അപ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. രസീത് അടിച്ചാൽ ഇവരുടെ അല്ലേ രസീത്, രസീത് അത് ശരിയാണ്. രസീത് കുറ്റിയിൽ വരെ കൃത്രിമം കാണിക്കുന്നുണ്ട്. അത് ഒന്നും പറയാൻ പറ്റത്തില്ലേ. നമ്മൾ ഇവരുടെ ഒരു പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന നോട്ടൊക്കെ മേടിക്കുമ്പോൾ നോക്കിക്കോണം ഗാന്ധിയുടെ പടം തന്നെയാണോ എന്ന് പറയാൻ പറ്റത്തില്ല. വേറെ പടമൊക്കെ വെച്ച് അടിച്ചാൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ സ്വന്തമായിട്ട് പാർട്ടിക്ക് പൈസ കൂടെ അടിക്കാൻ ബാക്കിയുള്ളൂ. എന്തായാലും PK ശശിയുടെ കാര്യം കട്ടപ്പോവാ. പാർട്ടിയെ ചതിച്ചാൽ പാർട്ടി വെറുതെ, അതെ പാർട്ടി വെറുതെ. ഇനി ശശിക്ക് എന്ത് ചെയ്യുന്ന നടപടിയാണ് വലുതെന്ന് നമുക്ക് കണ്ടറിയാം.